എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു എക്സാം പഠിക്കുന്ന സമയത്ത്, ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സ്ട്രെസ് ഫാക്ടർ ഉണ്ടല്ലേ. അതായത് എന്താവും റിസൾട്ട്, എത്ര വേക്കൻസീസ് ഉണ്ട്, എത്രയായിരിക്കും കട്ട് ഓഫ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്ട്രെസ്സിലാക്കുന്ന കാര്യങ്ങളുണ്ട്. കാരണം ഔട്ട്കം എന്താവും എന്നുള്ളത്. കാരണം പഠിച്ചാൽ മാത്രം പോരല്ലോ, അത് കഴിഞ്ഞിട്ട് ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണ്ടേ എന്ന് എല്ലാവർക്കും തോന്നാറുണ്ട്. അത് വളരെ നോർമലായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിൽ ഏതൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് കൺട്രോൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലാണെന്നുള്ളത്, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്ന പാരാമീറ്റേഴ്സ് ഉണ്ടാവും. അല്ലാത്തത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. അത് വേർതിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ സ്ട്രെസ്സിന് ഒരു ലിമിറ്റേഷൻ വരികയും പരമാവധി നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാക്കാനും പറ്റും. ഇതിൽ നമുക്കറിയാം, കട്ട് ഓഫ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കട്ട് ഓഫ് എന്ന് പറയുന്നത് ബാക്കിയുള്ള കുട്ടികളും കൂടി എത്രമാത്രം പ്രിപ്പയർ ചെയ്തു, അതിനനുസരിച്ച് എത്ര പേര് ഒരു നിശ്ചിത നമ്പറിന് മുകളിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കട്ട് ഓഫ് തീരുമാനിക്കുന്നത്, അല്ലേ. ക്വസ്റ്റ്യൻ പേപ്പർ ടഫ്നെസ് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമാണ് അല്ല. ക്വസ്റ്റ്യൻ പേപ്പർ ടഫ്നെസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. പാറ്റേൺ അത് കേരള PSC തീരുമാനിക്കുക, അല്ലേ. അതുപോലെ തന്നെ ഇൻക്ലൂസീവ്നെസ്, ഒരു സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യണോ എന്നൊക്കെ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇതൊന്നും കൺട്രോളബിൾ മെഷേഴ്സ് അല്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുണമില്ല എന്നല്ലേ പറയേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് ഓരോന്ന് നോക്കാം. പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നമ്മളെ മാത്രം ആയി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ എത്രമാത്രം സ്ട്രാറ്റജി നന്നാക്കുന്നോ അത്രമാത്രം നമുക്ക് ബെനിഫിഷ്യലാണ്. ടൈം അലോക്കേഷൻ, നമ്മൾ നന്നായി ടൈം അലോക്കേറ്റ് ചെയ്ത് പഠിത്തത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ടൈം നന്നായി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന കാര്യമാണ്. റിവിഷൻ, നന്നായി റിവൈസ് ചെയ്യുക, പഠിക്കൽ മാത്രമല്ല റിവൈസ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്ന കാര്യമാണ്. SCRT പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേയും കൂടി പഠിച്ച് നമ്മൾ കുറേയും കൂടി കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു എഡ്ജ് എന്തായാലും ഉണ്ടാവും. കറണ്ട് അഫയേഴ്സ് നന്നായി, ഈ പറഞ്ഞ എല്ലാ രീതിയിലും ഇൻക്ലൂസീവ് ആയിട്ടുള്ള പഠനമാണ് ഉദ്ദേശിക്കുന്നത്. കാരണം SCRT ടെക്സ്റ്റ് ബുക്കുകൾ, മറ്റ് റെഫറൻസസ്, കറണ്ട് അഫയേഴ്സ്, അങ്ങനെ ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു പഠിത്തം മാത്രമല്ല സെൽഫ് ബിലീഫ്, പറ്റുമെന്നുള്ള സെൽഫ് ബിലീഫ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലാണ്. ഇതെല്ലാം എല്ലാ കാലത്തും വളരെ സ്മൂത്തായി നടന്നു കൊള്ളണമെന്നില്ല. പക്ഷെ എന്നാലും ഇതൊക്കെ നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ. അപ്പോൾ കൺട്രോളിലുള്ള കാര്യങ്ങളിൽ ഈ പറഞ്ഞ പാരാമീറ്റേഴ്സ് നമുക്ക് വ്യത്യാസം വരുത്താൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് നന്നായിട്ടോ മോശമായിട്ടോ വരുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നന്നായി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട്സിനെ കുറച്ച് രീതിയിൽ നമ്മുടെ കാര്യത്തിൽ നമ്മുടെ രീതിക്കനുസരിച്ച് അഡ്വാൻറ്റേജിന് വേണ്ടി കുറച്ചെങ്കിലും റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മറ്റ് അൺകൺട്രോൾഡ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സിനെ കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ ഹക്കുന മട്ടാട്ട എന്ന് കേട്ടിട്ടുണ്ടോ? ഹക്കുന മട്ടാട്ട എന്ന് പറയുന്നത് ഒരു സ്വാഹിലി എന്ന് പറഞ്ഞൊരു ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലുള്ള ഒരു ലാംഗ്വേജിലുള്ള ഒരു ഫ്രേസാണ്. നിങ്ങൾ ലയൺ കിങ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹക്കുന മട്ടാട്ട എന്ന് പറഞ്ഞിട്ട് അതിലത്തെ ലയൺ കിങ് ഒരു ഫ്രേസ് പാടി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹക്കുന മട്ടാട്ട എന്ന് പറയുന്നത് നോ വറീസ് എന്നാണ്. അപ്പോൾ ടെൻഷൻ വേണ്ട എന്നാണ്. അപ്പോൾ അതൊരു മോട്ടോ ആണ്. കാരണം മുമ്പോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ നമ്മുടെ എഫിഷ്യൻസിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മൾ എന്താണ് വേണ്ടത്, ടെൻഷൻ ഇല്ലാതെ കാര്യങ്ങൾ ചെയ്താൽ മതി. ഔട്ട്പുട്ടിനെ കുറിച്ച് അത്രയധികം വേവലാതിപ്പെടാതെ നമ്മുടെ ഇൻപുട്ട് നമ്മൾ നന്നായി എഫിഷ്യൻ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ റിസൾട്ട്സ് താനേ വന്നോളൂ എന്നാണ് സാധാരണ പറയുക. അപ്പോൾ അവരവരുടെ സ്ട്രാറ്റജിയിൽ വിശ്വസിക്കാൻ, നന്നായി പഠിക്കുക, സ്ട്രെസ് ഇല്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ റിസൾട്ട്സ് എന്തായാലും വരുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ബൈ, ടേക്ക് കെയർ.